തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ആരതിയെ മർദ്ദിച്ചെന്ന് ഭർത്താവ് അതുൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. അതുൽ പതിവായി മർദ്ദിക്കുമായിരുന്നെന്നും ഒന്നിച്ച് ജീവിക്കാൻ ഇനി സാധിക്കില്ല എന്നും ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ജിബിൻ JB അപ്ഡേറ്റ് ചെയ്യുന്നു ഈ വാർത്ത. പറയൂ ജിബിൻ. ഇപ്പോൾ ആരതിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അതുൽ പോലീസിന് മുന്നിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. കാരണം ആരതി മരണപ്പെടുന്നതിന് തൊട്ടു മുന്നത്തെ ദിവസം അമ്മയ്ക്ക് കുറച്ച് ചിത്രങ്ങൾ അയച്ചിരുന്നു. ആരതിയുടെ ശരീരത്തിലെ മുറിപ്പാടുകൾ, പ്രത്യേകിച്ച് മുഖത്തും കയ്യിലുമൊക്കെ തന്നെ വലിയ രീതിയിൽ മുറിവേറ്റിരുന്നു. ഈ ചിത്രങ്ങൾ അമ്മയ്ക്ക് അയച്ചിരുന്നു. അതിന് പിന്നാലെയാണ് തൊട്ടടുത്ത ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരത്തോടുകൂടി ആരതി ആറ്റുകാലിലെ വാടക വീട്ടിൽ തൂങ്ങി മരിക്കുകയും ചെയ്തത്. പക്ഷേ ഇതിന് പിന്നാലെ തന്നെ പോലീസ് ഈ ഭർത്താവ് അതുലിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നെങ്കിൽ പോലും അതുൽ ഇതൊന്നും തന്നെ ആദ്യഘട്ടത്തിൽ സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി അതുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായി ചോദ്യം ചെയ്തത്. ഇതിനുശേഷമാണ് ഇന്ന് രാവിലെ ഇപ്പോൾ അതുൽ പോലീസിന് മുന്നിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. താൻ ആരതി മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് അതുൽ ഇപ്പോൾ പോലീസിനോട് തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ആരതി മരിക്കുന്നതിന് തൊട്ടു മുമ്പ് എഴുതിയ ആത്മഹത്യാ കുറിപ്പ് കൂടി ആ മുറിയിൽ നിന്ന് പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഇതിലെ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ആരതി പറയുന്ന ചില കാര്യങ്ങൾ, അതായത് ഈ വിവാഹം കഴിയുന്നത് 2024 ഡിസംബറിലാണ്. ഈ 2024 ഡിസംബറിൽ വിവാഹം കഴിയുന്നു. അതിനുശേഷം 6 മാസങ്ങൾക്ക് മുൻപാണ് ഇവർ ആറ്റുകാലിലെ വാടക വീട്ടിലേക്ക് താമസം മാറുന്നത്. പക്ഷേ ഈ വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞത് മുതൽ തന്നെ അതുൽ തന്നെ സ്ഥിരമായി മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ആരതി വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ മർദ്ദനത്തിന്റെ വിവരം അതുലിന്റെ വീട്ടിലും അതുപോലെ തന്റെ വീട്ടിലും പറഞ്ഞിട്ടും കൃത്യമായ ഒരു ഇടപെടൽ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നാണ് ആരതി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല തനിക്ക് ഇനി ഭർത്താവിനോട് ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കില്ല, എല്ലാ ദിവസവും തന്നെ ഭർത്താവ് മർദ്ദിക്കാറുണ്ട്, അതുകൊണ്ട് താൻ ഈ ലോകത്തോട് വിട പറയുന്നു എന്നാണ് ആരതി ആത്മഹത്യാക്കുറിപ്പിലും എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആരതി കൃത്യമായി കഴിഞ്ഞ കുറേ ആളുകളെ അനുഭവിച്ചിരുന്ന കാര്യങ്ങൾ ആ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നു, എഴുതി വെച്ചിരുന്നു. ആരതിക്ക് സ്വന്തം കുടുംബം പോലും സഹായത്തിനായി ഇല്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ആരതി ആ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അതുലിനെ ഇപ്പോൾ പോലീസ് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അതുലിനെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുമെന്നുള്ളൊരു കാര്യം കൂടിയാണ് ഫോർട്ട് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു പീഡനമാണ് ആ പെൺകുട്ടി കഴിഞ്ഞ 6 മാസക്കാലമായി ഭർത്താവിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണ് അതുലിന്റെ ഈ കുറ്റസമ്മതവും അതുപോലെ തന്നെ ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പും പുറത്തു വന്നിരിക്കുന്ന ചിത്രങ്ങളും എന്ന് പറയുന്നത്. ആരതിയുടെ ശരീരത്തിൽ 13 മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ടും അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരതിയുടെ മുഖത്ത് മുറിപ്പാടുണ്ടായിരുന്നു, കയ്യിൽ മുറിപ്പാടുണ്ടായിരുന്നു, കാലിന്റെ താഴ്ഭാഗത്തേക്ക് എന്തോ ഒരു വസ്തു ഉപയോഗിച്ച് മർദ്ദിച്ചതിന്റെ പാടുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഗുരുതരമായിട്ടുള്ള പീഡനങ്ങൾ തന്നെയാണ് ആ പെൺകുട്ടി ഏറ്റുവാങ്ങേണ്ടി വന്നതും ഏറ്റവും ഒടുവിൽ ആ കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. SK ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.